ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിന്റെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ് ആണ്. HBO തന്നെ അപ്കമിംഗ് സീരീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗസ് ഓഫ് ഡ്രാഗൺസ് എന്ന സീരീസിന്റെ സക്സസിന് ശേഷം HBO തന്നെ പുതിയൊരു പ്രോജക്റ്റ് ആണ് എ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ടൈം ലൈൻസും അപ്ഡേറ്റ്സും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ പുതിയ സീരീസിനെ പറ്റി നമ്മൾ അറിയേണ്ടത്? ജോർജ് R.R. മാർട്ടിന്റെ തന്നെ ടെയിൽസ് ഓഫ് ഡങ്കൻ എഗിന്റെ അഡാപ്റ്റേഷൻ ആണ് ഈ പുതിയ സീരീസ്. ഇതിന്റെ ടൈം ലൈൻസ് വരുന്നത് ഗെയിം ഓഫ് ത്രോൺസിന് പ്രീക്വൽ ആയും ഹൗസ് ഓഫ് ഡ്രാഗൺസിന് ഒരു 100 വർഷത്തിന് ശേഷവുമാണ്. ഇതിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് രണ്ട് ക്യാരക്ടേഴ്സിനെയാണ്. സർ ഡങ്കൻ ദി ടോൾ അഥവാ ദ ഫ്യൂച്ചർ ലോർഡ് കമാൻഡർ ഓഫ് ദ കിങ്സ് ഗാർഡിനെയും അദ്ദേഹത്തിന്റെ തന്നെ ആ സമയത്തെ സ്ക്വയർ ആയ എഗ് അഥവാ ദ ഫ്യൂച്ചർ കിങ് എഗോൺ ഫൈ ടർഗേറിയനെയുമാണ്. ഈ എഗ് എന്ന ക്യാരക്ടറിനെ പറ്റി നിങ്ങളിൽ ചിലർക്കെങ്കിലും ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടതിന്റെ റെഫറൻസസ് ഓർമ്മ കാണും എന്ന് വിശ്വസിക്കുന്നു. ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതിലപ്പോൾ നമ്മൾ എന്തൊക്കെയാ കാണാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോർജ് R.R. മാർട്ടിന്റെ ടെയിൽസ് ഓഫ് ഡങ്കൻ എഗിന്റെ ഫസ്റ്റ് ബുക്കായ ദ ഹെഡ് നൈറ്റ് എന്ന ബുക്കിന്റെ അഡാപ്റ്റേഷൻ ആണ് ഈ പുതിയ സീരീസ്. ഇതിൽ നമ്മൾ കൂടുതൽ കാണാൻ പോകുന്നത് ഡങ്കൻ എഗിന്റെ ഫസ്റ്റ് മീറ്റിംഗ്, പിന്നെ അവരെങ്ങനെ ഫ്രണ്ട്സ് ആയി എന്നതൊക്കെയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ ഫാമിലി ഡ്രാമ, പോളിറ്റിക്സ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ലൈറ്റ് ടോണിലായിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. ആൻഡ് ഇത് കൂടാതെ ഡങ്കിന്റെയും എഗിന്റെയും ഹ്യൂമർ, പിന്നെ ബോണ്ടിങ് എലിമെന്റ്സ് ഇതൊക്കെ മറ്റ് സീരീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലൊരു യുണീക് ടച്ച് കൊടുക്കും എന്നും പറഞ്ഞു കേൾക്കുന്നു. ഇനി വിഷ്വൽസിലേക്ക് വരുമ്പോൾ ഹൗസ് ഓഫ് ഡ്രാഗൺസിലെ പോലെ തന്നെ ഇതിലും സ്റ്റണ്ണിങ് വിഷ്വൽസ് ആൻഡ് ബാറ്റിൽസ് ഉണ്ടാവും എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ടർഗേറിയൻ ഫാമിലി ഹിസ്റ്ററിയിലെ ഒരു ഇമ്പോർട്ടന്റ് ഫേസ് ആണ് ഈ ഒരു സീരീസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻ തിയറീസും ഡിസ്കഷൻസും ഓൺലൈൻ ഫോറംസും നടക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു പോപ്പുലർ തിയറിയാണ് ഡങ്കൻ എഗ് സ്റ്റോറി ലൈൻ ഗെയിം ഓഫ് ത്രോൺസിലെ ബ്രാൻ സ്റ്റാർക്കുമായിട്ട് കണക്ട് ചെയ്യും എന്നുള്ളത്. ബുക്കിൽ ഇതിനെ പറ്റിയ ഒരു കോൺഫർമേഷൻ ഇല്ലെങ്കിലും മാർട്ടിൻ സ്റ്റോറി ലൈനിലും കൂടെ ഇൻവോൾവ് ആയതുകൊണ്ട് ഇതിന്റെ ഷോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഈസ്റ്റർ എഗ്സ് എക്സ്പെക്ട് ചെയ്യാം എന്ന് തന്നെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇത് കൂടാതെ ജോർജ് R.R. മാർട്ടിന്റെ തന്നെ ബ്ലോഗിൽ ഈ ഇടയ്ക്ക് വായിച്ചതാണ് വൈറ്റ് വാക്കേഴ്സ്, ഡ്രാഗൺസ് അങ്ങനത്തെ ഒരുപാട് ഫാന്റസി എലിമെന്റ്സ് ഒന്നും ഈ ഒരു സീരീസിൽ കാണത്തില്ല എന്നുള്ളത്. പക്ഷെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ സീരീസ് ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിന് തന്നെ ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 6 എപ്പിസോഡ്സ് വരുന്ന ഈ സീരീസിന്റെ റിലീസ് ഡേറ്റ് അറിയിച്ചിട്ടില്ലെങ്കിലും ഈ വർഷം തന്നെ എക്സ്പെക്ട് ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെയിൽസ് ഓഫ് ഡങ്കൻ എഗിന്റെ ഫസ്റ്റ് ബുക്കായ ഹെഡ് നൈറ്റിന്റെ അഡാപ്റ്റേഷൻ ആണ് ഈ ഒരു സീരീസ്. ഇത് കൂടാതെ വീണ്ടും 2 ബുക്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്വാൻസ് ഫോർഡും പിന്നീട് ഒരെണ്ണം ദ മിസ്റ്ററി നൈറ്റ്. ഈ 2 ബുക്സിനെയും കൂടെ ബേസ് ചെയ്ത് ഇനി 2 സീസൺസ് വരും എന്നാണ് പറയപ്പെടുന്നത്. ബട്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇതൊക്കെയാണ് അപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന എ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസ് എന്ന പുതിയ സീരീസിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. എത്രയും വേഗം അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.